സീരിയസ് നിങ്ങൾ ഈ കാണിച്ചേ? ഇനി വാതിൽ എങ്ങനെ തുറക്കും? തുറക്കണ്ട. വാതിൽ അടച്ചില്ലെങ്കിലേ കള്ളന്മാര് വരും. എന്നിട്ട് അവര് പിന്നിക്കൂടെ വന്ന് തലക്കടിക്കും. എന്റെ സ്വർണം മുഴുവൻ എടുത്തോണ്ട് പോവും. എന്താ നീ ഇതുവരെ പോവാതെ നിൽക്കുന്നേ? ഇവര് കാണിച്ച പണി കണ്ടോ? ഡോർ ഉള്ളിന്ന് പൂട്ടിട്ട് താക്കോല് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിനെന്താ നിനക്ക് പിന്നിക്കൂടെ പൊയ്ക്കൂടെ? അത് ഞാൻ എപ്പോഴും പുറത്തുനിന്ന് പൂട്ടി. അതിന്റെ താക്കോല് പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മോക്ക് ഭ്രാന്താണെന്ന്. അപ്പൊ നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോഴോ? ഇപ്പൊ കണ്ട ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നേ. ഈ പാവം മനുഷ്യനോട് എന്തിനാ തട്ടിക്കയറുന്നത്? വാതിലടച്ചതും താക്കോൽ കളഞ്ഞ ഞാനല്ലേ? അതിന് ഈ മനുഷ്യൻ എന്ത് പഴിച്ചു? ഇനി ഇദ്ദേഹത്തിനെതിരെ നീ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയ നിന്റെ തലമണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. ഞാൻ മിണ്ടും. ഇവിടെ ഉള്ള ഇങ്ങേരടക്കമുള്ളവർ കാരണം എനിക്കിപ്പോ കോടതിയിൽ പോകാൻ പറ്റാണ്ടായത്. അതെ, മക്കളെ ഉണ്ടാക്കിയ മാത്രം പോരാ, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ അവരെ വളർത്താനും പഠിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ബഹുമാനത്തോടെ സംസാരിക്കണമെന്ന്. മൂത്തവരോട് മര്യാദക്ക് സംസാരിക്കാൻ അറിയോടെ നിനക്ക്? ഇടിച്ചു നിന്നെ ഞാൻ നോക്കും. മാറിക്കോട്ടോ. ഞാനുണ്ടല്ലോ. ഞാൻ മര്യാദ നിങ്ങളുടെ മോളെ പിടിച്ച് വല്ല ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയിടും. അല്ലെങ്കിൽ വെട്ടിയെത്തിട്ട് അവരെല്ലാരും കൊല്ലും. ആർക്കാടി ഭ്രാന്ത്? അവിടെ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ, ഇതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ കോടതിയിലേക്ക് വരാന്ന് പറഞ്ഞത്. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് അറിയായിരുന്നു. എന്തുപറ്റി? നിങ്ങളുടെ ചേച്ചിക്ക് മുഴുവൻ ഭ്രാന്ത. അതിനകത്തുനിന്ന് പൂട്ടി താക്കോലെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ എങ്ങനെ ഇവിടുന്ന് ഇറങ്ങും? അത് പോട്ടെ എന്ന് വെക്കാം. ചോദിക്കാൻ ചെന്നപ്പോ എന്നെ തല്ലി. തല്ലിന്റെ കുറവ് നിനക്കുണ്ടായിരുന്നു. കിട്ടിയതില് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് പോട്ടെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞാൻ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു താ. നീയേ വീടിന്റെ ചുവര് പൊളിച്ചിറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ മേൽക്കൂര പൊളിക്ക്. ഇത് രണ്ടുമല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇങ്ങനൊരു മറുപടി കേൾക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. പിന്നെ ഞാൻ എന്ത് വേണം? ഡേ, കേസ് ഇപ്പൊ വിളിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് എന്റെ മനസ്സ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയാണോ നീ നോക്കുന്നത്? ഒന്നുകിൽ ഞാൻ കേസ് നടത്താം, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് തിരിച്ചു വരാം. എന്ത് വേണം നീ തന്നെ പറ, അതുപോലെ ഞാൻ ചെയ്യാം. കേസ് നടത്തിയാ മതി. ആണല്ലോ, അപ്പൊ പിന്നെ ഇനി മേലെ എന്നെ വിളിക്കരുത്. ഞാൻ എങ്ങനെ ഇവിടുത്തെ പുറത്തിറങ്ങും? അതൊന്ന് പറഞ്ഞു താ സിദ്ധേട്ടാ. അതെന്റെ വിഷയമല്ല. നീ ഇറങ്ങിയില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ കിടക്ക്, എന്നിട്ട് ചാവ്.